Good afternoon, everyone. Those who are watching, good afternoon. Okay. Hello. Yeah. So those who are joining, welcome to another live session of MedCity classes. Okay. All right. കുറച്ച് ദിവസമായിട്ട് നമ്മൾ OETയുടെ പല മൊഡ്യൂളായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഇന്ന് സ്പീക്കിംഗ് സെഷൻ ആയിരിക്കും. Yes. Good afternoon, everyone. Good to see you all. Yes. I hope it is audible. Yes. Okay. ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു നമ്മുടെ ക്ലാസ്സുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് ദ ക്ലാസ് അല്ലേ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പീക്കിംഗ് സെഷനാണ്. ഓക്കെ, സോ ഈ 1 hour കൊണ്ട് എത്രത്തോളം നമുക്ക് ഡീപ്പായിട്ട് ഇതിനെ പഠിക്കാമോ അത്രത്തോളം നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, സോ പലർക്കും OET സ്പീക്കിംഗ് സെഷൻ വളരെ ഈസി ആയിട്ട് കാണുന്നവരുണ്ട്. കുറച്ച് പേർക്കെങ്കിലും അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്നൊക്കെ പറയുന്നവരുണ്ട്. ഈ ഡിഫിക്കൽട്ട് ആവാൻ കാരണം ഒരു പക്ഷേ ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കാം. ബിക്കോസ് ബാക്കി എല്ലാ മൊഡ്യൂളും നിങ്ങൾ ചെയ്യുന്നത് യു വിൽ ബി ഇൻ യുവർ കംഫർട്ട് സോൺ. ഇപ്പോൾ ലിസണിങ് ആയിക്കോട്ടെ, റീഡിങ് ആയിക്കോട്ടെ, റൈറ്റിംഗ് ആയിക്കോട്ടെ, യു വിൽ ബി സിറ്റിംഗ് ഇൻ യുവർ കംഫർട്ട് സോൺ ആൻഡ് ഡൂയിങ്. സ്പീക്കിംഗ് സെഷൻ യു ഹാവ് ടു ഫേസ് ആൻ ഇൻ്റർലോക്കേറ്റർ അല്ലേ, ഒരു റോൾ പ്ലേ പോലെ ആയിരിക്കും നടത്തുന്നത്. സോ എഗെയിൻ നിങ്ങൾ പറയുന്നത് തെറ്റുമോ, ഇങ്ങനെ ഒരുപാട് ടെൻഷൻസ് ആയിരിക്കും പലർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും സ്പീക്കിംഗ് എന്ന് പറയുന്നത് കുറച്ച് പേർക്കെങ്കിലും വളരെ ഡിഫിക്കൽട്ടാണെന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ആയതുകൊണ്ടായിരിക്കാം ഓക്കെ ഇതിലേറ്റവും കൂടുതൽ പേരും വറീഡ് ആവുന്നത്. ഓക്കെ, ഇനി OET സ്പീക്കിംഗ് എക്സാമിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ ഡീൽ ചെയ്യുന്ന പോലെ തന്നെയാണ് OET സ്പീക്കിങ്ങിലും ചെയ്യുന്നത്. നമ്മളൊരു പേഷ്യൻറ്റുമായിട്ട് എങ്ങനെയാണോ ഇൻട്രാക്ട് ചെയ്യുന്നത് സെയിം വേ തന്നെ ആയിരിക്കും ഇവിടെയും റോൾ പ്ലേ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇറ്റ് ഇസ് വെരി സിമ്പിൾ ആക്ച്വലി. പക്ഷേ ഈ ലാംഗ്വേജ് കൊണ്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ വറീഡ് ആവുന്നത്. മറ്റു കുറച്ച് പേർക്ക് ഏത് ടൈപ്പ് പേഷ്യൻ്റ് ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ എന്ത് ടാസ്ക് ആയിരിക്കും കിട്ടുന്നത്, ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഈ ഒരു ടൈം കൊണ്ട്, വാമപ്പ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരിക്കും, ഞാൻ പ്രിപ്പയർ ചെയ്ത വാമപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണോ വരുന്നത്, ഇനി കുറച്ച് പേര് ഞാൻ പറയുന്നതിൻ്റെ ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ കൺസേൺസ് അല്ലേ. സോ ഇതൊക്കെ നിങ്ങളുടെ കോൺഫിഡൻസിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ OET സ്പീക്കിംഗ് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ ഒരു പേഷ്യൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെ ആ ഇൻ്റർലോക്കേറ്ററെ കണ്ടാൽ മതി. ദെൻ ഇറ്റ് വിൽ ബി വെരി ഈസി. ഓക്കെ, സോ OET സ്പീക്കിംഗ് സെഷൻ ഇപ്പോൾ നിങ്ങളൊരു നേഴ്സായിട്ടാണ് ഈ എക്സാം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റോൾ പ്ലേ കാർഡും ഒരു ഡോക്ടറിനോ അല്ലെങ്കിൽ ഒരു ഫാർമസിസ്റ്റിനോ കിട്ടുന്ന റോൾ പ്ലേ കാർഡ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നിങ്ങളുടെ പ്രൊഫഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ റോൾ പ്ലേ കാർഡ് കിട്ടുന്നത്. ഓക്കെ, നൗ ഇതിൽ ഇൻ്റർലൊക്കേറ്റർ ആ ഒരു ടേം നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു. ഇൻ്റർലൊക്കേറ്റർ നമ്മുടെ ഇവിടെ ഒരു എക്സാമിനർ ആയിരിക്കത്തില്ല. IELTSൻ്റെ ഒക്കെ സ്പീക്കിംഗ് സെഷൻ അസസ് ചെയ്യുന്ന പോലെ ഒരു എക്സാമിനർ ആയിരിക്കത്തില്ല നിങ്ങളുടെ ഇത് വാലുവേറ്റ് ചെയ്യുന്നത്. ഇൻ്റർലൊക്കേറ്ററിനോടായിരിക്കും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഹി വിൽ ആക്ട് ആസ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ you and the real examiner അല്ലെങ്കിൽ the assessor. Okay, so ഇവിടെ interlocutor he may be the patient, അല്ലെങ്കിൽ he can take the role of a relative, അതും അല്ലെങ്കിൽ carer. ഇതിൽ ആരെങ്കിലും ആയിരിക്കും നിങ്ങളുടെ interlocutor. ഓക്കെ, നിങ്ങൾ ശരിക്കും എങ്ങനെയാണോ ഒരു റിയൽ സിറ്റുവേഷൻ പേഷ്യൻറ്റുമായിട്ട് സംസാരിക്കുന്നത് അങ്ങനെ ആയിട്ട് തന്നെ ഇത് ചെയ്താൽ മതി. then it will be very easy for you. Okay, now once are checked by interlocutor, there is a short warm-up session. Okay, pinne you'll be giving 3 minutes preparation time for the first role play, then 5 minutes to complete the role play, again 3 minutes for the second role play, and 5 minutes to complete it. Total നിങ്ങൾ 2 role play ആയിരിക്കും ഒരു എക്സാമിൽ ചെയ്യേണ്ടത്. ഓക്കെ, പലർക്കും ഇത് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ 2 റോൾ പ്ലേ ആയിരിക്കും നിങ്ങൾ
ഈ ഒരു സ്പീക്കിംഗ് സെഷനിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഈ 2 റോൾ പ്ലേക്കും 3 minutes പ്രിപ്പറേഷൻ ടൈം സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. 5 minutes ആയിരിക്കും ടോട്ടലായിട്ട് സംസാരിക്കേണ്ടത്. ഓക്കെ, നൗ ടോക്കിംഗ് അബൌട്ട് വാം അപ്പ് ക്വസ്റ്റ്യൻസ്. വാം അപ്പ് ക്വസ്റ്റ്യൻസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ? വാം അപ്പ് ക്വസ്റ്റ്യൻ അസസ് ചെയ്യുമോ? നോ, വാം അപ്പ് ക്വസ്റ്റ്യൻസ് അസസ് ചെയ്യത്തില്ല. പക്ഷെ നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ. സോ വാം അപ്പ് ക്വസ്റ്റ്യൻസ് എത്ര നന്നായിട്ട് നിങ്ങൾ പറയുന്നു, ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ബി റിലാക്സ്ഡ്, ഓക്കെ, ആൻഡ് ബിക്കം ഫെമിലിയർ വിത്ത് ഈച്ച് അതേഴ്സ് വോയിസ്. ഓക്കെ, നിങ്ങളും ഇൻ്റർലൊക്കേറ്ററും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ കുറച്ച് റിലാക്സ്ഡ് ആവാനും രണ്ടുപേരും വോയിസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഈ വാം അപ്പ് സെഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് മൈ റിക്വസ്റ്റ് ഇസ് ബി ഫെമിലിയർ വിത്ത് സം ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, എല്ലാ വാം അപ്പ് സെഷൻസും അറിഞ്ഞില്ലെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക, ബിക്കോസ് ദാറ്റ് ബൂസ്റ്റ് യുവർ കോൺഫിഡൻസ്. ഓക്കെ, വാം അപ്പ് നന്നായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റി, നന്നായിട്ട് പറയാൻ പറ്റിയെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യും. വാം അപ്പ് സെഷൻസ് നിങ്ങൾ പറയുന്ന റോൾ പ്ലേസ് ഒന്നും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ, റോൾ പ്ലേസിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലാത്തതിൻ്റെ ഒരു കാരണം ഒരു പക്ഷേ ഈ വാം അപ്പ് സെഷൻ നിങ്ങൾ നന്നായിട്ട് ചെയ്യാത്തതായിരിക്കാം. നമ്മുടെ അടുത്തൊക്കെ സ്പീക്കിങ്ങിന് വരുന്ന സമയത്ത് വാം അപ്പ് അത്ര ക്ലിയർ ആയിട്ട് പറയാത്തവർക്ക് അതിൻ്റെ ഇഫക്റ്റ് റോൾ പ്ലേയിലും കാണാറുണ്ട്. സോ വാം അപ്പ് സെഷനും കൂടെ നിങ്ങൾ കുറച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നൗ ദ ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് സ്പീക്കിംഗ് സെഷൻ നമ്മൾ പറഞ്ഞു എഗെയിൻ 3 minutes പ്രിപ്പറേഷൻ ടൈം, 5 minutes സ്പീക്കിംഗ്, അങ്ങനെ 2 റോൾ പ്ലേ പ്ലസ് നിങ്ങളുടെ വാം അപ്പ് സെഷൻ, ഇതെല്ലാം കൂടെ കൂട്ടി യു വിൽ ബി ഗെറ്റിംഗ് നിയർലി 20 minutes ടോട്ടൽ. ഓക്കെ, 20 minutes ആയിരിക്കും നിങ്ങളുടെ എക്സാം ടൈം. ഓക്കെ, ഇനി സ്പീക്കിംഗ് സെഷൻ എങ്ങനെയായിരിക്കും അസസ് ചെയ്യുന്നത്? ഓക്കെ, നിങ്ങൾക്കറിയാം ദ ഹോൾ സ്പീക്കിംഗ് ടെസ്റ്റ് വിൽ ബി റെക്കോർഡഡ് ആൻഡ് ദ ഓഡിയോ റെക്കോർഡിംഗ് വിൽ ബി അസിസ്റ്റ്. Okay, and on your test day, interlocutor plays no role in your assessment, okay, and he will be acting as a mediator. നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്ത പോലെ. Okay, and your speaking is marked independently by minimum of 2 trained OET assessors. 2 പേരെങ്കിലും ഇരുന്ന് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് മാർക്ക് ഇടുന്നത്. Okay, now coming to assessment criteria. Okay, speaking assessment criteria. നമ്മുടെ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താണ് സംഗീത മാം ക്ലാസ് എടുത്ത സമയത്ത് ഈ അസസ്മെൻറ്റ് ക്രൈറ്റീരിയ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം എന്തൊക്കെയാണ് അസസ്മെൻറ്റ് ക്രൈറ്റീരിയ. ഓക്കെ, സോ എൻറ്റയർഡ് അസസ്മെൻറ്റ് ക്രൈറ്റീരിയ ഇസ് ഡിവൈഡ് ഇൻടു 2, ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ ആൻഡ് ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയ. ഓക്കെ, ഇതിൽ ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയക്കകത്താണ് ഇൻ്റലിജിബിലിറ്റി. ഇൻ്റലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്നാ? ദ പ്രൊനൗൺസിയേഷൻ, ഇൻറ്റനേഷൻ, നിങ്ങളുടെ ആക്സെൻറ്റ്, ഇതൊക്കെ ആയിരിക്കും ഇൻ്റലിജിബിലിറ്റിയിൽ അസസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഹൗ ക്ലിയർലി യുവർ ലിസണർ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾ പറയുന്നത് എത്രത്തോളം നന്നായിട്ട് അവർക്ക് മനസ്സിലാവുന്നു, ഇതൊക്കെയാണ് ഇൻ്റലിജിബിലിറ്റി നോക്കുന്നത്. ഓക്കെ, നൗ സെക്കൻഡ് വൺ ഇസ് ഫ്ലുവൻസി. ഫ്ലുവൻസിയിൽ ദ സ്പീഡ് ആൻഡ് സ്മൂത്ത്നെസ് ഓഫ് യുവർ കോൺവെർസേഷൻ, അതിനായിരിക്കും ഹൈലൈറ്റ് ചെയ്യുന്നത്. നൗ തേർഡ് വൺ ഇസ് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ലാംഗ്വേജ്. അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ലാംഗ്വേജിൽ നിങ്ങൾ ലാംഗ്വേജ്, ദ ടോൺ, പ്രൊഫഷണലിസം, ഇതൊക്കെ ആയിരിക്കും നോക്കുന്നത്. ആൻഡ് അഗെയിൻ റിസോഴ്സ് ഓഫ് ഗ്രാമർ ആൻഡ് എക്സ്പ്രഷൻ, അതിൽ നിങ്ങളുടെ ഗ്രമാറ്റിക്കൽ ആക്യുറസി, വൊക്കാബുലറി, അതൊക്കെ ആയിരിക്കും. ഓക്കെ, സോ ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയയിൽ വരുന്ന 4 കാര്യങ്ങൾ: ഇൻ്റലിജിബിലിറ്റി, ഫ്ലുവൻസി, അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ലാംഗ്വേജ്, റിസോഴ്സ് ആൻഡ് ഗ്രാമർ. ഓക്കെ, റിസോഴ്സ് ഓഫ് ഗ്രാമർ ആൻഡ് എക്സ്പ്രഷൻ. ഓക്കെ, സോ ഇത് 4 ആയിരിക്കും ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയയിൽ വരുന്നത്. കമ്മിങ് ടു ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയ. ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ്. ഒരു കാര്യം സ്പെഷ്യലായിട്ട് പറഞ്ഞോട്ടെ, ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം നിങ്ങളുടെ ക്ലിനിക്കൽ നോളജ് കേട്ടോ. നിങ്ങൾ ക്ലിനിക്കൽ നോളജ് അല്ല OET അസസ് ചെയ്യുന്ന, OET സ്പീക്കിങ്ങിൽ അസസ് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ദിസ് ഇസ് എ ലാംഗ്വേജ് ടെസ്റ്റ്. ഓക്കെ, നൗ ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയ ഫസ്റ്റ് വൺ ഇസ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ്. Okay, that is like how you're opening a conversation, demonstration of empathy, ഇതൊക്കെ ആയിരിക്കും ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷനിൽ. The second one is understanding and incorporating patient's perspective. That is also very important. You know, how fully you involve the patient in your conversation. അതാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. Okay, now the third one is providing structure. How you organize the information, how you're introducing a new topic to the patient, ഇതൊക്കെയാണ് അതിൽ മെൻഷൻ ചെയ്യുന്നത്. Now the fourth one is information gathering. Okay, നിങ്ങൾക്കറിയാം ഹിസ്റ്ററി കളക്ഷൻ എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. സോ ദ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ യു ആസ്, ഹൗ യു ലിസൺ, ഹൗ യു റെസ്പോണ്ട് ടു ദാറ്റ്, ഇതൊക്കെയാണ് ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിൽ. ആൻഡ് അഗെയിൻ ദ ലാസ്റ്റ് വൺ, ഇൻഫർമേഷൻ ഗിവിങ്. ഓക്കെ, ഇൻഫർമേഷൻ ഗിവിങ്
check information is being understood. ഇതൊക്കെയാണ് അതിൽ ചെക്ക് ചെയ്യുന്നത്. സോ നമ്മൾ പെട്ടെന്ന് OET speaking criteria. It is mainly divided into linguistic criteria and clinical communication criteria. I hope it is clear. Now, we will be discussing to the main topic. The main topic, how you can utilize this 3 minutes discussion. Sorry, 3 minutes reading time. എങ്ങനെയായിരിക്കും ഈ റീഡിംഗ് ടൈം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യുന്നത്, അതായിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിന് OET റോൾ പ്ലേ കാർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. റോൾ പ്ലേ കാർഡ്, I have a sample. I don't know whether it is clear. ഓക്കെ, സോ ഇതിൽ പേഷ്യൻറ്റിനും ഒരു റോൾ പ്ലേ കാർഡ് കാണും, അതേസമയം നഴ്സിനും ഒരു റോൾ പ്ലേ കാർഡ് കാണും. ഓക്കെ, ആൻഡ് യു വിൽ ബി, കാൻഡിഡേറ്റ്സ് വിൽ ബി ആക്ടിങ് ദ റോൾ ഓഫ് എ നഴ്സ്. ഓക്കെ, നിങ്ങൾ എപ്പോഴും നഴ്സിൻ്റെ റോളായിരിക്കും ചെയ്യുന്നത്. സോ പേഷ്യൻറ്റിൻ്റെ കയ്യിലുള്ള ക്യൂ കാർഡ് അല്ലെങ്കിൽ റോൾ പ്ലേ കാർഡ് നിങ്ങൾ കാണുന്നില്ല. ഓക്കെ, സോ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന റോൾ പ്ലേ കാർഡിൽ there will be 3 headings. Okay, first one you can see it is setting. Okay, second one it is nurse, and the third one is task. Okay, setting, nurse and task. Okay, we'll deal this one by one because ഞാൻ എപ്പോഴും സ്റ്റുഡൻസിന് അടുത്ത് പറയാറുണ്ട്, ഈ 3 minutes നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു അത്രയും ഇഫക്റ്റീവ് ആയിരിക്കും നിങ്ങളുടെ 5 minutes സ്പീക്കിംഗ് ടൈം. ഈ 3 minutes നിങ്ങൾ നന്നായി യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ അത് ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ സ്പീക്കിംഗ് ടൈമിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, നൗ we will discuss one by one. First one is setting. Why setting is important? പലരും റോൾ പ്ലേ കാർഡിൽ സെറ്റിങ്ങിനെ നോക്കാറ് പോലും ഇല്ല. ഓക്കെ, ബിക്കോസ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് സെറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Why? Because I have 2 reasons for that. First one, it will give you an idea how to initiate a conversation. എങ്ങനെയാണ് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഈ സെറ്റിംഗ് നോക്കിയിട്ടാണ്. ഓക്കെ, നൗ ഐ ഗിവ് യു ആൻ എക്സാമ്പിൾ. ഒരു ഔട്ട് പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളൊരു പേഷ്യൻറ്റ്. ഓക്കെ, സോ ഈ ഔട്ട് പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിലൊക്കെ വരുന്ന പേഷ്യൻറ്റ് മെ നോട്ട് ബി നോൺ ടു യു. നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും, ഫസ്റ്റ് ടൈം ആയിരിക്കാം പേഷ്യൻറ്റ് വരുന്നത്, അല്ലെങ്കിൽ പേഷ്യൻറ്റ് വരുന്നത് ഒരു റിവ്യൂവിന് വേണ്ടിയായിരിക്കും എന്ന് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കും. അതില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പേഷ്യൻറ്റ് ഫസ്റ്റ് ടൈം ആയിരിക്കും വിസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് എങ്ങനെയായിരിക്കും നമുക്ക് ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്? Greet according to the time. Good afternoon, I'm Lintu, one of the registered nurses in this outpatient department. How may I help you? Okay, this should be the correct form of starting a conversation. Okay, patient known അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇതേപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ സെറ്റിംഗ് തന്നിരിക്കുന്നത് പേഷ്യൻസ് ഹോം ആണ്. ഓക്കെ, ഹോം വിസിറ്റ് ആണെന്ന് വിചാരിക്കുക. ഒരുപാട് പേർക്ക് സംശയം വരുന്ന ഒരു ഏരിയ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഒരാളുടെ പ്രൈവസിയിലേക്ക് കയറുവാണ്. സോ ഹോം വിസിറ്റ് ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് സമയമുണ്ടോ, ഇത് കറക്റ്റ് ആൾ തന്നെയാണോ സംസാരിക്കുന്നത്, ആളിനോടാണോ നമ്മൾ സംസാരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ചോദിക്കണം. പേഷ്യൻറ്റിനെ ഗ്രീറ്റ് ചെയ്യുക, കറക്റ്റ് പേഷ്യൻ്റ് ആണെന്ന് കൺഫേം ചെയ്യുക, പർപ്പസ് ഓഫ് ദ വിസിറ്റ് പറയാം. ഓക്കെ, അതിനുശേഷം ഈസ് ദിസ് എ റൈറ്റ് ടൈം ടു ടോക്ക്. ഓക്കെ, എഗെയിൻ നമ്മളൊരു OPDയിലുള്ള പേഷ്യൻറ്റിനോട് സംസാരിച്ചതുപോലെയല്ല ഒരു ഹോം വിസിറ്റിലെ പേഷ്യൻറ്റിനോട് സംസാരിച്ചതല്ലേ. ഇനി വളരെ ഒരു ഹോസ്പിറ്റൽ വാർഡാണെന്ന് വിചാരിക്കുക. എങ്ങനെയായിരിക്കും നിങ്ങളുടെ കോൺവെർസേഷൻ? മേ ബി ആ പേഷ്യൻറ്റിനെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അല്ലേ. സോ പേഷ്യൻ്റെ പേര് ഫോർ എക്സാമ്പിൾ സോണിയ എന്ന് തന്നിട്ടുണ്ട്. എങ്ങനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം? ഗുഡ് മോർണിംഗ് മിസ് സോണി, ഹൗ ആർ യു ഡൂയിങ് ടുഡേ? ഓക്കെ, സോ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കോൺവെർസേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാം. ഇനി നിങ്ങളൊരു സൈക്യാട്രിക് വാർഡിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, യു ആർ കണ്ടക്ടിങ് എ തെറാപ്പി സെഷൻ. ഒരു തെറാപ്പി സെഷൻ ഇടയ്ക്കാണ് പേഷ്യൻറ്റുമായിട്ടുള്ള കോൺവെർസേഷൻ. ഓക്കെ, അത് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും നിങ്ങൾ കോൺവെർസേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പം എങ്ങനെയാണോ സെറ്റിംഗ് അതിനനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണോ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ദാറ്റ് വിൽ ബി വെരി. ഓക്കെ, സോ കോൺവെർസേഷൻ ബെറ്റർ ആയിട്ട് ഇനിഷ്യേറ്റ് ചെയ്യാൻ ഏത് സെറ്റിംഗ് ആണെന്ന് അറിയുന്നത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദാറ്റ് വാസ് ദ ഫസ്റ്റ് തിങ്. നൗ ദ സെക്കൻഡ് വൺ, to know the setting, that will help you to understand the mood of the conversation. Okay, let me make this a little more clear to you. നിങ്ങളൊരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന നഴ്സാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ എപ്പോഴും നിങ്ങളൊരു എമർജൻസി സിറ്റുവേഷനെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും. നിങ്ങൾ വർക്ക് ചെയ്യുന്ന കുറച്ചൊരു ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും. അതേസമയം നിങ്ങൾ പീഡിയാട്രിക് വാർഡിൽ വർക്ക് ചെയ്യുന്ന നഴ്സാണെന്ന് വിചാരിക്കുക.
ഓക്കെ, സോ നിങ്ങൾ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിരിക്കും. അല്ലെ, ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെ പോലെ ആയിരിക്കത്തില്ല. ഇവിടെ എമർജൻസിക്കുള്ള ചാൻസസ് കുറവായിരിക്കും, സിൻസ് ഇറ്റ് ഇസ് എ പീഡിയാട്രിക് വാർഡ് അല്ലേ. അതുപോലെ ദ വേ യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ചിൽഡ്രൻ അത് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. കുറച്ച് കളിയും ചിരിയും തമാശയും ഒക്കെ അതിനിടയ്ക്ക് കാണും അല്ലേ. അതുപോലെ ബട്ട് ഹിയർ യു ക്യാൻ എക്സ്പെക്ട് എൻ ആങ്ഷ്യസ് പാരൻറ്റ്. എപ്പോഴും ഇത് മനസ്സിൽ വയ്ക്കുക. ഓക്കെ, നൗ നിങ്ങളൊരു സൈക്യാട്രിക് വാർഡിലാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങളൊരു മെൻ്റൽ ഹെൽത്ത് നേഴ്സാണെന്ന് വിചാരിക്കുക. ആ കേസിൽ യു ഷുഡ് ബി സൂപ്പർ ടാലൻറ്റഡ് ടു ഐഡൻറ്റിഫൈ മൈന്യൂട്ട് ചേഞ്ചസ് ഇൻ ദ പേഷ്യൻസ് ബിഹേവിയർ അല്ലേ. അതുപോലെ നിങ്ങൾ വളരെ ടാക്ട്ഫുൾ ആയിരിക്കുന്ന നേഴ്സ് ആയിരിക്കണം. ഇനി നിങ്ങളൊരു ഓങ്കോളജി വാർഡിലെ നേഴ്സ് ആണെങ്കിലോ, ഓക്കെ, എൻഡ് സ്റ്റേജ് ഡിസീസ് ഒക്കെ ഉള്ള പേഷ്യൻ്റ് ആയിരിക്കും. സോ അവരെ വളരെ കംഫർട്ടബിൾ ആക്കി മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന നേഴ്സായിരിക്കണം നിങ്ങൾ അല്ലേ. അപ്പോൾ ഓരോ സെറ്റിങ്ങിലും ഓക്കെ, നമ്മൾ ആ സെറ്റിംഗ് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ എങ്ങനെയായിരിക്കും സംസാരിക്കേണ്ടതെന്ന്. ഓക്കെ, സോ സെറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 2 റീസണാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സെറ്റിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ ഏത് സെറ്റിംഗ് ആണെന്ന് മനസ്സിലാക്കണം. രണ്ടാമത് നമ്മൾ പറഞ്ഞത് to understand the mood of the conversation, setting is very important. Okay, now setting കഴിഞ്ഞിട്ട് അടുത്ത സബ് ഹെഡിങ് ഇറ്റ് വാസ് ലൈക്ക് നേഴ്സ് അല്ലേ. നേഴ്സ് എന്ന് പറഞ്ഞ ഹെഡിങ് ആയിരിക്കും. ഇനി നേഴ്സ് എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, നമ്മൾ പറഞ്ഞു ഇതൊരു റോൾ പ്ലേ ആണ് അല്ലേ. ഈ റോൾ പ്ലേയിൽ നിങ്ങൾ പ്ലേ ചെയ്യേണ്ട സ്ക്രിപ്റ്റ് ആയിരിക്കും ഈ മേജർ ടാസ്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിലെ സന്ദർഭം എന്ന് പറഞ്ഞ പോർഷനായിരിക്കും നമ്മുടെ നേഴ്സ് എന്ന് പറഞ്ഞ ഏരിയ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ എവിടെയാണ് നടക്കുന്നത് എന്താണ് ഒരു ഡീറ്റെയിൽഡ് വേർഷൻ ആയിരിക്കും ഈ നേഴ്സ് എന്ന് പറഞ്ഞ പോർഷനിൽ വന്നിരിക്കുന്നത്. ഇത് ചുമ്മാതെ വായിക്കാനുള്ളതല്ല, യു ഹാവ് ടു റീഡ് ഇറ്റ് thoroughly. ഓക്കെ, സോ ഫസ്റ്റ് വൺ 4 കാര്യമാണ് ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് ടു നോ യുവർ ഡെസിഗ്നേഷൻ. നിങ്ങളുടെ ഡെസിഗ്നേഷൻ തന്നിട്ടുണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇമാജിൻ ദാറ്റ് in your case note അല്ലെങ്കിൽ in your role play card it is given like you are a nurse manager. ഒരു nurse manager ആണ് നിങ്ങളെന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ നിങ്ങൾ അറിയാതെ ഇനിഷ്യേറ്റ് ചെയ്തു ഐ എം എ രജിസ്റ്റേർഡ് നഴ്സ്. പേഷ്യൻറ്റിന് ആ സെക്കൻഡിൽ തന്നെ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാം. ഓക്കെ, ഐ ഗിവ് യു ആൻ എക്സാമ്പിൾ. ഒരു nurse manager ആയിരുന്നു നിങ്ങൾ. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം ലൈക്ക് ഐ ആം എ രജിസ്റ്റേർഡ് നഴ്സ് ഇൻ ദിസ് ഹോസ്പിറ്റൽ എന്ന് ഞാൻ പറഞ്ഞു. സോ പേഷ്യൻറ്റിൻ്റെ റെസ്പോൺസ് ഒരുപക്ഷെ നമ്മൾ അൺഎക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും. ലൈക്ക് ഗോ ആൻഡ് കോൾ യുവർ നഴ്സ് മാനേജർ, ഐ ജസ്റ്റ് വാണ്ട് ടു ടോക്ക് ടു ഹർ. നിങ്ങൾ എന്ത് ചെയ്യും? ഓക്കെ, സോ നമുക്ക് അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളത് എവിഡൻ്റ് ആയി അല്ലേ. വി ഡോണ്ട് വോണ്ട് ദാറ്റ് ടു ഹാപ്പൻ. സോ ഏതാണോ നിങ്ങളുടെ ഡെസിഗ്നേഷൻ തന്നിരിക്കുന്നത് ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഡെസിഗ്നേഷൻ എന്താണെന്ന് അറിയുകയാണ് നേഴ്സ് എന്ന് പറഞ്ഞ് ഡിസ്ക്രിപ്ഷൻ വായിക്കുന്നതിലൂടെ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. നോ ചെക്ക് ഫോർ യുവർ ഡെസിഗ്നേഷൻ. ഡെസിഗ്നേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. ഓക്കെ, നൗ പല രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഇത് തന്നിരിക്കുന്നത്. ഒരു പക്ഷേ in your case note it will be given like you are a nurse in operation theatre recovery room, you are a visiting school nurse at this particular school, you are a nurse who works at a gastroenterology clinic, you are an accident and emergency nurse, then you are a nurse in charge, അതുമല്ലെങ്കിൽ യു ആർ എ ഹെഡ് നേഴ്സ്. ഇങ്ങനെ പല രീതിയിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഡെസിഗ്നേഷൻ തന്നിട്ടുണ്ടോ യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. അങ്ങനെ ആയിരിക്കണം നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ചേഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ അതാണ് നേഴ്സ് എന്ന് പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം. നൗ ദ സെക്കൻഡ് വൺ, ലുക്ക് ഫോർ എ സ്പെസിഫിക് conversation is happening. ഓക്കെ, ടൈം സ്പെസിഫൈ ചെയ്യുന്ന എന്തെങ്കിലും നിങ്ങളുടെ റോൾ പ്ലേ കാർഡ് തന്നിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, ഐ വിൽ ഗിവ് യു ആൻ എക്സാമ്പിൾ. റോൾ പ്ലേ കാർഡിൽ യു ആർ ഡെലിവറിങ് ബ്രേക്ക്ഫാസ്റ്റ് ടു എ പേഷ്യൻറ്റ് ഹു ഇസ് റിക്കവറിങ് ഫ്രം മൈനർ നീ ഫ്രാക്ചർ. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ യു ആർ ഡെലിവറിങ് ബ്രേക്ക്ഫാസ്റ്റ്, അതിൽ നിന്ന് തന്നെ മനസ്സിലായി ദിസ് ഇസ് എ മോർണിംഗ് ടൈം. ഓക്കെ, നമ്മൾ പറഞ്ഞു നമ്മൾ ശരിക്കും എങ്ങനെയാണ് ഒരു പേഷ്യൻറ്റുമായിട്ട് സംസാരിക്കുന്നത് അതേ രീതിയിലാണ് ടൈം സ്പെസിഫൈ ചെയ്യാൻ ഇവർ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങളിപ്പോൾ വൈകിട്ട് 5 മണിക്കായിരിക്കും ഇൻ്റർലോക്കേറ്ററുടെ അടുത്ത് സ്പീക്കിംഗ് ചെയ്യുന്നത്, എക്സാം ചെയ്യുന്നത്. പക്ഷേ യു ഹാവ് ടു ഗ്രീറ്റ് ലൈക്ക് ഗുഡ് മോർണിംഗ്. ഓക്കെ, I'll give you another example. You are in a busy night schedule. ഓക്കെ, അല്ലെങ്കിൽ ബിസി നൈറ്റ് ഡ്യൂട്ടി ഷിഫ്റ്റ് ഇങ്ങനെയൊക്കെ തരുവാണെങ്കിലോ യു ഹാവ് ടു ഗ്രീറ്റ് ലൈക്ക് ഗുഡ് ഈവനിങ്. ഒരു പക്ഷേ നിങ്ങൾ മോർണിംഗ് 10 AM ഇൻ്റർലോക്കേറ്ററുമായിട്ട് സ്പീക്കിംഗ് സെഷൻ ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ടൈം സ്പെസിഫൈ ചെയ്യുന്ന എന്തെങ്കിലും നിങ്ങളുടെ റോൾ പ്ലേ കാർഡിലുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഫോളോ ദാറ്റ്.
ഓക്കെ, ഇനി ടൈം സ്പെസിഫൈ ചെയ്യുന്ന ഒന്നും ഇല്ലെങ്കിലോ, ഏത് സമയത്താണ് നിങ്ങൾ ഇൻ്റർലൊക്കേറ്ററുമായിട്ട് സംസാരിക്കുന്നത്, അല്ലെ ഏത് ടൈമിലാണ് നിങ്ങൾ സ്പീക്കിംഗ് സെഷൻ, ആ ടൈമിലായിരിക്കണം നിങ്ങൾ ഗ്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. സോ ടൈം സ്പെസിഫൈ ചെയ്യുന്ന എന്തെങ്കിലും നിങ്ങളുടെ റോൾ പ്ലേ കാർഡിൽ ഉണ്ടോ എന്ന് നോക്കുക, ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം. ഓക്കെ, നൗ ദ തേർഡ് ഇമ്പോർട്ടൻറ്റ് തിങ്, ദ പേഴ്സൺ ടു ഹൂം യു ആർ ടോക്കിംഗ് ടു, അതും കൂടെ അറിഞ്ഞിരിക്കണം. ആരോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്, ആരോടാണ് നിങ്ങൾ ഈ റോൾ പ്ലേ നടത്തുന്നത്, ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ കേസിലും പേഷ്യൻ്റ് ആയിരിക്കണം എന്നില്ല. ഓക്കെ, നിങ്ങളോട് സംസാരിക്കുന്നത് മേ ബി പേഷ്യൻറ്റിൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ കെയറർ ആരെങ്കിലോ ഒക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, now I'll give you an example for that. If the setting is nursing home aanu, okay, you are a nurse in charge and a resident had stroke, so now he is son is visiting the patient and is concerned regarding the esophageal tube feeding. ഇവിടെ നിങ്ങൾ സംസാരിക്കുന്നത് ആ പർട്ടിക്കുലർ പേഷ്യൻ്റെ സണ്ണിനോടായിരിക്കും. ഓക്കെ, ഇനി ഇങ്ങനെ പറയുമ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നത് പേഷ്യൻറ്റിൻ്റെ പേരും റിലേറ്റീവിൻ്റെ പേരും തമ്മിൽ മാറിപ്പോകുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പേഷ്യൻ്റ് ഒരു പീഡിയാട്രിക് പേഷ്യൻ്റാണ്, പേര് മെലീസ, പക്ഷെ സംസാരിക്കുന്നത് പാരൻറ്റിനോടാണ്. ഒരു പക്ഷേ മെലീസ എന്ന പാരൻറ്റിനെ നിങ്ങൾ വിളിക്കുന്നുണ്ടായിരിക്കും. സോ ദാറ്റ് ഈസ് ഓൾസോ എ റോങ് പ്രാക്ടീസ്. പേഷ്യൻ്റ് ആണോ റിലേറ്റീവ് ആണോ നിങ്ങളോട് സംസാരിക്കുന്നത് നോക്കുക. ഐ ഗിവ് അനദർ എക്സാമ്പിൾ. This 30-year-old parent is concerned about her child's forearm which appears broken. So നിങ്ങൾ സംസാരിക്കുന്നത് ചൈൽഡിനെ പറ്റി അവിടെ പറയുന്നുണ്ടെങ്കിലും പാരൻറ്റിനോടായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾസോ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. ആരോടാണോ സംസാരിക്കുന്നത് അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നൗ ദ ഫോർത്ത് ഇമ്പോർട്ടൻറ്റ് തിങ്, യൂസ് ഓൾ ദി ഗിവൺ ഇൻഫർമേഷൻ അപ്രോപ്രിയേറ്റ്ലി. ഞാൻ പറഞ്ഞു, നേഴ്സ് എന്ന് പറഞ്ഞ ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് തരുന്നത് ഒരുപാട് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും. ഓക്കെ, സോ ഈ ഡിസ്ക്രിപ്ഷനിലെല്ലാം തന്നെ നിങ്ങൾ പേഷ്യൻറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിരിക്കത്തില്ല. I'll give you an example. So listen carefully, this is a little lengthy. You have been called to the patient's bedside. The patient was supposed to go in for his surgery at 10 a.m. but surgery was delayed because the previous patient had some complications during surgery. The patient's daughter is very angry and wants to talk to you. Okay, ഇതാണ് സെറ്റിംഗ്. ഓക്കെ, നഴ്സ് എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് ഞാൻ വായിച്ചത്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി 10 മണിക്ക് സർജറിക്ക് പോകേണ്ട പേഷ്യൻറ്റ് ഇതുവരെയും പോയിട്ടില്ല. ഡിലേയുടെ റീസൺ എന്തായിരുന്നു? പ്രീവിയസ് പേഷ്യൻറ്റിന് കുറച്ച് അൺഎക്സ്പെക്റ്റഡ് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. സോ പേഷ്യൻറ്റിന് ആയിരിക്കുന്നു. You have been called to the patient's bedside. Daughter is very angry and wants to talk to you. ഇവിടെ നിങ്ങൾ സംസാരിക്കുന്നത് ബിറ്റ്വീൻ യു ആൻഡ് ഡോട്ടർ. ഓക്കെ, നൗ ഇതിൽ സാധാരണ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി, എന്താണ് അവിടുത്തെ സിനേറിയോ എന്ന് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഇനി ഒരു റോങ് പ്രാക്ടീസ് എങ്ങനെ നിങ്ങൾക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ളത് റോങ് പ്രാക്ടീസ് ആണ് ഇപ്പം ഞാൻ ലൈക്ക് ഐ റീഡ് ഇറ്റ് ഔട്ട്. ആഫ്റ്റർ ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ് ലൈക്ക് good afternoon, I'm Linton. I know that you are angry and want to talk to me regarding that, but let me tell you one thing. The delay that happened due to an unexpected complication that happened to the previous patient. I'm sorry, I can't do anything. ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ആ പേഷ്യൻ്റ് നിങ്ങൾ ആ പർട്ടിക്കുലർ ബൈസ്റ്റാൻഡർ നിങ്ങളെ വിളിച്ചു, നിങ്ങൾ ഉടനെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതെല്ലാം ബൈസ്റ്റാൻഡറോട് പറഞ്ഞു അല്ലേ? ഇതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യായിരുന്നു? വളരെ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ, ഐ എം ലിങ്ടൺ. മേ ഐ നോ ദ റീസൺ വൈ യു റാങ്ക് ദ ബസർ? I heard that you rang the buzzer. May I know the reason? വളരെ ഫ്രാങ്ക് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാമായിരുന്നു. സോ ദാറ്റ് നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ഇൻഫർമേഷനും ഒരു പക്ഷേ കൺസിഡർ ഇറ്റ് ആസ് എ ക്ലൂ, ഓക്കെ, ടു ഫ്രെയിം അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ, സോ ദാറ്റ് യു ക്യാൻ ഹിയർ എവറിത്തിങ് ഫ്രം ദ പേഷ്യൻറ്റ് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർ. പേഷ്യൻ്റ് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർ ആരാണോ സംസാരിക്കുന്നത് അവരുടെ അടുത്തുനിന്ന് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷനെ യൂസ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, 4 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഫസ്റ്റ് വൺ, നേഴ്സ് എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ ദ എൻറ്റയർ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും കൊടുക്കുന്നത്. സോ ഇതിനകത്ത് 4 കാര്യങ്ങളായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ചെക്ക് ഫോർ യുവർ ഡെസിഗ്നേഷൻ. നിങ്ങളുടെ ഡെസിഗ്നേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് വൺ, ലുക്ക് ഫോർ സ്പെസിഫിക് ടൈം ഇൻ വിച്ച് ദ കോൺവെർസേഷൻ ഈസ് ഹാപ്പനിങ്.
Third one, the person to whom you are talking with. Okay, and the fourth and last one, use all the information given appropriately. തന്നിരിക്കുന്ന എല്ലാ ഇൻഫർമേഷനും നിങ്ങൾ നിങ്ങളുടെ കോൺവെർസേഷനിൽ പറയണ്ട. Use that as a clue so that you can get a clear cut answer from the patient. ഓക്കെ, അത് നന്നായി ക്വസ്റ്റ്യൻ ചോദിച്ച് പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിന്ന് തന്നെ ആ ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, ചിലതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഹിൻറ്റ് അവിടെ തന്നിരിക്കുന്നത്. എല്ലാം തന്നെ നിങ്ങൾ പേഷ്യൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. Okay, now we discussed regarding setting. Okay, we mentioned regarding what all things you have to find out when you read the description below nurse. Okay, now the last and important thing is task. Okay, നിങ്ങൾക്കറിയാം ഓരോ റോൾ പ്ലേക്കാർഡും യുണീക്ക് ആവുന്നത് അതിൻ്റെ ടാസ്ക് ഉണ്ടാകും അല്ലേ? സോ ഈ എത്ര ടാസ്ക് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളത് the type of role play that you get. നിങ്ങൾക്ക് എങ്ങനെയുള്ള റോൾ പ്ലേ ആണോ കിട്ടുന്നത് അതനുസരിച്ചായിരിക്കും എത്ര ടാസ്ക്. ലൈക്ക് ചിലതിനകത്ത് 3 ടാസ്ക് കാണുള്ളൂ, ചിലതിനകത്ത് 6 തൊട്ട് 7 ടാസ്ക് വരെയൊക്കെ കാണാറുണ്ട്. ഓക്കെ, now while reading task you have to read it very carefully. ഓക്കെ, നന്നായി വായിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടാസ്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, ആൻഡ് ഏത് ഓർഡറിലാണോ ആ ഓർഡറിൽ തന്നെ നിങ്ങൾ സംസാരിക്കാൻ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, പക്ഷേ ഇന്റർലൊക്കേറ്റർ ഇപ്പോൾ ലാസ്റ്റ് ടാസ്കിനെ പറ്റിയാണ് ആദ്യം ചോദിച്ചതെങ്കിൽ, സി ദിസ് ഇസ് മൈ ലാസ്റ്റ് ടാസ്ക്, ഐ ടെൽ ഇറ്റ് ലേറ്റർ എന്ന് പറയാൻ പറ്റത്തില്ല. യു ഹാവ് ടു അത് അവരുടെ കൺസേൺസിനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്ത് പോവുക. അതൊന്ന് റീഓർഗനൈസ് ചെയ്താൽ മതി നിങ്ങളുടെ സ്പീക്കിംഗ് നിങ്ങൾ പ്ലാൻ ചെയ്തതിനെ. ഓക്കെ, നൗ ടാസ്ക് വായിക്കുന്ന സമയത്ത് ദർ വിൽ ബി സം ഹിഡൻ ഹിൻസ്. ഓക്കെ, നമ്മൾ ഓൾറെഡി റൈറ്റിങ്ങിന് പറഞ്ഞിരുന്നു അല്ല ഹിഡൻ ഹിൻസിനെ പറ്റി. ദ സെയിം വേ നിങ്ങൾ ഇവിടെയും ടാസ്ക് വായിക്കുന്ന സമയത്ത് കുറച്ച് ഹിഡൻ ഹിൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഐ ഗിവ് യു ആൻ എക്സാമ്പിൾ. നിങ്ങളൊരു വേർബ് കാണുവാണ് കൺവിൻസ്. ഓക്കെ, കൺവിൻസ് ഇങ്ങനെ കാണുവാണെങ്കിൽ എന്ത് ഐഡിയ ആണ് പേഷ്യൻറ്റിനെ പറ്റി നിങ്ങൾക്ക് കിട്ടുന്നത്? കൺവിൻസ് എന്ന് കാണുവാണെങ്കിൽ ക്യാൻ യു കമൻറ്റ് ഇറ്റ് ബിലോ? കൺവിൻസ് ദ പേഷ്യൻ്റ് എന്നാണ് നിങ്ങളുടെ ടാസ്ക്. എന്ത് ഐഡിയ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്? ഐ ക്യാൻ സീ ഓൾ യുവർ കമൻറ്റ്സ്. യാ, thank you so much for all your comments. Okay, convince എന്നുള്ളൊരു ടേം അല്ലെങ്കിൽ എന്നുള്ളൊരു വെർബ് നിങ്ങൾ നിങ്ങളുടെ ടാസ്കിൽ കാണുവാണെങ്കിൽ എന്ത് ഐഡിയ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്? യെസ്, that clearly indicates that the patient may be reluctant. അല്ലേ, പേഷ്യൻ്റ് റിലക്റ്റൻ്റ് ആയിരിക്കാം ഒരു പക്ഷേ. കൺവിൻസ് എന്നാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ക്ലൂ കിട്ടുവാണ് പേഷ്യൻ്റ് മേ ബി റിലക്റ്റൻറ്റ്. ഇനി ചില ടാസ്കിൽ നിങ്ങൾക്ക് തരും അഷ്വർ ദ പേഷ്യൻറ്റ് ഓർ റീഅഷ്വർ ദ പേഷ്യൻറ്റ്. ഓക്കെ, അങ്ങനെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും മനസ്സിലാവുന്നത്? അഷ്വർ ചെയ്യുക, റീഅഷ്വർ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ദ പേഷ്യൻറ്റ് ക്യാൻ ബി ആങ്ഷ്യസ് അല്ലേ? ഒരു പക്ഷേ നിങ്ങളുടെ പേഷ്യൻറ്റ് ആങ്ഷ്യസ് ആയിരിക്കും. അവരെ അഷ്വർ ചെയ്യാനായിട്ടുള്ളതായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ. നിങ്ങൾ അതിനുള്ളതായിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, നൗ ഇൻ certain other case നിങ്ങളുടെ ടാസ്കിൽ തന്നിട്ടുണ്ടായിരിക്കും നെഗോഷിയേറ്റ്. Okay, I'll give you an example. Negotiate with the daughter to prevent her from insisting her father to be discharged. Okay, father discharge ആവാതിരിക്കാൻ വേണ്ടി പർട്ടിക്കുലർ ഡോട്ടർ ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ കൂടി ആലോചിക്കുക. ദാറ്റ് ഈസ് ദ കറക്റ്റ് മീനിങ് ഓഫ് നെഗോഷിയേറ്റ്. സോ ഈ കേസിൽ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ തന്നെ ഒരു ഹിൻറ്റ് കിട്ടും. ഓക്കെ, അവരെ കൺവിൻസ് ചെയ്യാനായിട്ടുള്ള പോയിന്റ്സ് ആയിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. നിങ്ങളിങ്ങനെ ജസ്റ്റ് വായിച്ചു പോവുമല്ല. കൺവിൻസ് എന്നൊരു ടേം ഉണ്ടെങ്കിൽ കൺവിൻസ് ചെയ്യാനുള്ള പോയിന്റ് ആയിരിക്കണം നിങ്ങളുടെ മനസ്സിലേക്ക് പോകേണ്ടത്. റീഅഷ്വർ എന്നൊരു വാക്ക് കേൾക്കുവാണെങ്കിൽ റീഅഷ്വർ ചെയ്യാനുള്ള പോയിന്റ്സ് ആയിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത്. ബിക്കോസ് ദിസ് ഇസ് എ റീഡിങ് ടൈം. ഇവിടെ മാത്രമേ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ചിന്തിച്ച പോയിന്റ്സ് ആയിരിക്കണം നിങ്ങളുടെ വരേണ്ടത്. ഓക്കെ, ഇൻ സർട്ടൻ അതർ കേസ് റീ എക്സ്പ്ലെയിൻ ഇഫ് നെസസറി. ഇങ്ങനെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്നാ മനസ്സിലാക്കാം? ഒരു പക്ഷേ പേഷ്യൻറ്റ് മേ ബി കൺഫ്യൂസ്ഡ് അല്ലേ, അതുകൊണ്ടായിരിക്കാം റീ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ പേഷ്യൻറ്റ് മേ ബി അൺവില്ലിങ്. ഓക്കെ, സോ ഈ രണ്ട് കേസിലും ഇത് കേൾക്കുന്ന ഉടനെ എന്തെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് എക്സ്ട്രാ ഉണ്ടോ? ഓക്കെ, മാക്സിമം പോയിന്റ്സിന് നിങ്ങൾ ആ സമയത്ത് ഒന്ന് മൈൻഡിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്പീക്കിംഗ് സെഷനിൽ ഇത് എഫക്റ്റീവായി ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ടാസ്ക് ആയിരുന്നു
ടാസ്ക് വായിക്കുന്ന സമയത്ത് കുറച്ച് ഹിഡൻ ഹിൻസ് ഒക്കെ കാണും. കൺവിൻസ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവും. പേഷ്യൻ്റ് കുറച്ച് റിലക്റ്റൻ്റ് ആയിരിക്കാം, അങ്ങനെയുള്ള പോയിന്റ്സ് എടുക്കാം. ഓക്കെ, അഷ്യൂർ റീഅഷ്യൂർ കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് പേഷ്യൻ്റ് കുറച്ച് ആങ്ഷ്യസ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അവരെ എങ്ങനെ റീഅഷ്യൂർ ചെയ്യാമെന്നുള്ള പോയിന്റ്സ് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, ആൻഡ് നെഗോഷിയേറ്റ് വിത്ത് എന്ന് കാണുവാണെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റ്സ് നിങ്ങൾ അവിടെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ആൻഡ് എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പേഷ്യൻറ്റ് മേ ബി കൺഫ്യൂസ്ഡ് അല്ലെങ്കിൽ അൺവില്ലിങ്, അതിനുള്ള പോയിന്റ്സ് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, ദിസ് ഇസ് ഹൗ നിങ്ങൾ ആ ഒരു റീഡിങ് ടൈമിനെ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു 3 ഹെഡിങ്സ് ആയിരുന്നു. ഓക്കെ, ഫസ്റ്റ് വൺ സെറ്റിംഗ് ആണ്. എങ്ങനെയാണ് കോൺവെർസേഷൻ്റെ ലൈക്ക് വാട്ട് ഈസ് ദ മൂഡ് ഓഫ് ദ കോൺവെർസേഷൻ അത് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരു കോൺവെർസേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് സെറ്റിംഗ് നമ്മൾ നോക്കി അല്ലേ. അപ്പം എങ്ങനെയാണ് സെറ്റിംഗ് എന്ന് ഡിഫറൻസ് ഉണ്ട് എങ്ങനെയാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൽ. ഓക്കെ, രണ്ടാമത് നഴ്സ്. 4 പോയിന്റ്സ് ആണ് നമ്മളതിൽ ഡിസ്കസ് ചെയ്തത്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാസ്ക്. ഓക്കെ, സോ ഇങ്ങനെയാണ് കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ വായിക്കുന്നത്. ഇതിൽ തന്നിരിക്കുന്ന ഈച്ച് ആൻഡ് എവറിഥിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എല്ലാത്തിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. യു ഹാവ് ടു നോട്ട് ഇറ്റ് ഡൗൺ ആൻഡ് പ്രിപ്പയർ വെൽ. ഓക്കെ, 3 മിനിറ്റ്സേ ഉള്ളൂ. ഈ 3 മിനിറ്റ്സ് നിങ്ങൾ വൈസ്ലി യൂട്ടിലൈസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി റീഡിങ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് റീഡിങ് ചെയ്യാം. ഓക്കെ, ഇനി വാട്ട് എൽസ് യു ക്യാൻ ഡു 3 minutes ടൈം? യു ക്യാൻ മേക്ക് നോട്ട്സ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു പേപ്പറും ഒരു പെൻസിലും അവർ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഡ്യൂറിങ് പ്രിപ്പറേഷൻ ടൈം നിങ്ങൾക്ക് റോൾ പ്ലേ കാർഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് പേപ്പറും പെൻസിലും ഓൾറെഡി ഇറ്റ് വിൽ ബി പ്രൊവൈഡഡ് ടു യു. യു ക്യാൻ മേക്ക് നോട്ട്സ് ഡ്യൂറിങ് ദ ടൈം. ഇനി മേക്കിംഗ് നോട്ട്സ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. നിങ്ങൾ A to Z നോട്ട്സ് അല്ല പ്രിപ്പയർ ചെയ്യേണ്ടത്. നിങ്ങൾ ഓർത്തിരിക്കാനായിട്ടുള്ള കുഞ്ഞു വാട്ട് ഇസ് ദ ഷോർട്ട് നോട്ട്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനാണ്. നിങ്ങൾക്ക് ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പ് എന്നുള്ള പോയിന്റിനെ വേണമെങ്കിൽ അവിടെ നോട്ട് ചെയ്ത് വെക്കാം. അല്ലാതെ ഗ്രീറ്റ് ചെയ്യുന്നത് തൊട്ട് താങ്ക് യു പറയുന്നത് വരെ നമുക്ക് നോട്ട് ചെയ്യാൻ ടൈമില്ല. ഓക്കെ, നിങ്ങൾ നന്നായി ഓർഗനൈസ് ചെയ്യാം. കുട്ടി നോട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. ഓക്കെ, ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ റോൾ പ്ലേ കാർഡിൽ നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം, അണ്ടർലൈൻ ചെയ്യാം യൂസിങ് യുവർ പെൻസിൽ. ആൻഡ് യു ക്യാൻ റെഫർ ദിസ് കാർഡ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ കോൺവെർസേഷൻ ആൻഡ് യു മസ്റ്റ് റിട്ടേൺ ഇറ്റ് വൺസ് ദ റോൾ പ്ലേ ഇസ് ഓവർ. ഓക്കെ, ആൻഡ് വായിക്കണം ഈ സമയത്ത്. യു ക്യാൻ മേക്ക് നോട്ട്സ് ഇഫ് യു നീഡ്. ദിസ് ഇസ് നോട്ട് മാൻഡേറ്ററി കേട്ടോ. ലൈക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇറ്റ് ഈസ് ബെറ്റർ ഇഫ് യു കുഡ് നോട്ട് ഇറ്റ്. പെട്ടെന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഇഫ് യു ഹാവ് സം ഡൗട്ട്സ്, ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ വേർഡ് അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ യു ഡോണ്ട് നോ ഹൗ ടു പ്രൊനൗൺസ് എ പർട്ടിക്കുലർ വേർഡ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ചോദിക്കാൻ പറ്റുമോ ഇൻ്റർലോക്കേറ്ററോട് ഡ്യൂറിങ് ദിസ് പ്രിപ്പറേഷൻ ടൈം? വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾക്കൊരു വേർഡ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ വേർഡ് മീനിങ് കിട്ടുന്നില്ല. ഓക്കെ, അതുമല്ലെങ്കിൽ ഓക്കെ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ഡിസീസ് കണ്ടീഷൻ എനിത്തിങ് പ്രൊനൗൺസ് ചെയ്യാൻ അറിയത്തില്ല, അങ്ങനെയാണെങ്കിൽ ചോദിക്കാൻ പറ്റുമോ ഡ്യൂറിങ് ദിസ് 3 minutes preparation time? What do you think? Can you comment it below? Okay, I can see all your comments. Can we ask? Yes, we can ask. Okay, any other comments? Okay. Yes. All right. Yes. Doubts ഉള്ളത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ലൈക്ക് ഇഫ് ഇറ്റ് ഇസ് എ വേർഡ് മീനിങ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു പർട്ടിക്കുലർ പ്രൊനൗൺസിയേഷൻ ഒന്നും നിങ്ങൾക്ക് അറിയില്ല, അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ആസ്ക് ആൻഡ് ക്ലാരിഫൈ ഡ്യൂറിങ് ദാറ്റ് ടൈം. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങളുടെ ലാംഗ്വേജ് അസസിങ് ടെസ്റ്റാണ്. എത്രത്തോളം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നോളജ് ഉണ്ടോ അത്രത്തോളം നല്ലത്. ഓക്കെ, സോ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു വേർഡൊക്കെ ആണെങ്കിൽ യു ക്യാൻ ആസ്ക്. ഓക്കെ, റോൾ പ്ലേ കാർഡ് മുഴുവൻ കൊടുത്തിട്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ലെന്നൊന്നും പറയരുത്. ഓക്കെ, ഞാൻ ഇപ്പോഴും സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയാറുണ്ട്. സോ എന്തെങ്കിലും ഒരു വേർഡ്, ഒരു പർട്ടിക്കുലർ വേർഡൊക്കെ കിട്ടുന്നില്ലെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട്, നിങ്ങളുടെ ലാംഗ്വേജ് എബിലിറ്റിയാണ് നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ എന്ന് കാണിക്കുന്നത് അല്ലേ. സോ ഓൾവേസ് നിങ്ങൾ കുറേ നന്നായി വായിക്കുക,
കറക്റ്റായിട്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഇനി തെറ്റ് പറയുന്നതിന് നല്ലതാണ് ക്ലാരിഫൈ ചെയ്തിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഹോസ്പിറ്റൽ വാർഡാണ് അല്ല ഹോം വിസിറ്റാണ്. ഓക്കെ, പേര് തന്നിട്ടില്ല പേഷ്യൻറ്റിൻ്റെ. ഓക്കെ, ആ സമയത്ത് ചോദിക്കാൻ പറ്റുമോ? എഗെയിൻ ചോദിക്കാം. ഡ്യൂറിങ് ദ പ്രിപ്പറേഷൻ ടൈമിലേ ചോദിക്കാൻ പറ്റുള്ളൂ. ലൈക്ക് ഹൗ മേ അഡ്രസ് യു ഡ്യൂറിങ് ദിസ് റോൾ പ്ലേ, നിങ്ങൾക്ക് ഇൻ്റർലൊക്കേറ്ററുമായിട്ട് ചോദിക്കാം. ഓക്കെ, സോ ഹൗ മേ അഡ്രസ് യു ഡ്യൂറിങ് ദിസ് റോൾ പ്ലേ എന്നുള്ളത് ഹോസ്പിറ്റൽ വാർഡാണെങ്കിലോ അല്ലെങ്കിൽ ഹോം വിസിറ്റ് ആണെങ്കിലോ. ഹോസ്പിറ്റൽ വാർഡിൽ ഇപ്പോൾ പേര് തന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇനി ഒരു പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡറുമായിട്ടാണ് അല്ലെങ്കിൽ എന്താ പറയുക പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവുമായിട്ടൊക്കെയാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു പേര് അവരെ വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലും കുഴപ്പമില്ല. ഓക്കെ, സോ പക്ഷേ പേഷ്യൻറ്റിൻ്റെ പേര് ഇൻ്റർലൊക്കേറ്ററുമായിട്ട് ചോദിക്കാം ഡ്യൂറിങ് 3 minutes പ്രിപ്പറേഷൻ ടൈം. ഓക്കെ, so do you have any other questions? Okay, do you have any other questions related to how to read and all? Okay, see, one more tip. നമ്മളിപ്പോൾ ഇത്രയും വായിച്ച് കഴിയുന്ന സമയത്ത് ഓക്കെ, ഇപ്പോൾ റോൾ പ്ലേ കാർഡ് ഫുൾ നമ്മൾ വായിച്ചു. നമ്മൾ ടാസ്ക് ആയിരിക്കും അവസാനം വായിച്ച് നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് അല്ലേ, ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് ടാസ്കിലായിരിക്കും നമ്മൾ അവസാനം വായിച്ച് നിർത്തിയിരിക്കുന്നത്. പെട്ടെന്ന് നിങ്ങൾ ഇൻ്റർലൊക്കേറ്റർ നിങ്ങളോട് ചോദിക്കുകയാണ് ആർ യു റെഡി, ക്യാൻ ബി സ്റ്റാർട്ട്, നിങ്ങൾ പെട്ടെന്ന് പാനിക് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും വായിച്ച് പ്രിപ്പയർ ചെയ്ത് എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഓക്കെ 3 minutes എൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കം ബാക്ക് ടു ഇൻട്രൊഡക്ഷൻ. നിങ്ങൾ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് നോക്കുക. ഓക്കെ, കറക്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ടാസ്കിലായിരിക്കും വായിച്ച് നിർത്തിയിരിക്കുന്നത്, നമ്മുടെ മനസ്സ് മുഴുവൻ അവിടെ ആയിരിക്കും. ഓക്കെ, പെട്ടെന്ന് തന്നെ ഇൻ്റർലൊക്കേറ്റർ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മൾ പാനിക് ആവും. ഓക്കെ, സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം കം ബാക്ക് ടു വേ യു ഇൻട്രൊഡ്യൂസ് ചെയ്തത് എങ്ങനെയായിരുന്നു നിങ്ങൾ പ്രിപ്പയർ ചെയ്തത് അതിലേക്ക് തിരിച്ചു വരിക. ദാറ്റ് വിൽ ഓൾസോ ബി ഹെൽപ്ഫുൾ. ഓക്കെ, ഒരുപാട് പേർക്ക് അങ്ങനെ പ്രശ്നം പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ ഭയങ്കര പാനിക് ആവാറുണ്ട്. ഓക്കെ, ഹൗ ടു മേക്ക് നോട്ട്സ്. ആക്ച്വലി ഇറ്റ് ഈസ് വെരി ഈസി. ഞാൻ ഈ പറഞ്ഞതുപോലെ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന പോയിൻറ്റ്സ് മാത്രം നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ ഓർഗനൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നോട്ട് ചെയ്യാം. ലൈക്ക് ഫസ്റ്റ് ദർ ഷുഡ് ബി greeting, and after that history collection, then we will describe everything, then task one by one, finally we will conclude. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് വേണമെങ്കിലും നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് പോവാം. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ എഴുതരുത്. നീഡ് ടു കംപ്ലീറ്റ് ദ ഹോൾ ടാസ്ക് ഓൺ ടൈം ഗിവൻ. നിങ്ങളുടെ ലാംഗ്വേജ് എബിലിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ എല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇനി ഒരു ലാംഗ്വേജ് എബിലിറ്റി മാത്രമല്ല, ആ പേഷ്യൻ്റ് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും പേഷ്യൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടാസ്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ടാസ്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമുണ്ടോ. ഇറ്റ്സ് ആക്ച്വലി ഡിപ്പെൻസ് ഓൺ ഹൗ യു പ്രസൻറ്റ് ദാറ്റ്. നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തോ ബി ഗ്രേഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ ടാസ്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ നിർബന്ധമില്ല. നിങ്ങളുടെ ലാംഗ്വേജ് എബിലിറ്റി പ്രൂവ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ പേഷ്യൻറ്റ് ചോദിച്ച എല്ലാ ചോദ്യവും പേഷ്യൻറ്റിനെ സാറ്റിസ്ഫൈഡ് ആക്കാൻ നിങ്ങൾക്ക് പറ്റിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ തന്നെ ഡിലേ ചെയ്തത് പ്രകാരം നിങ്ങളുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് യുവർ ഫോൾട്ട്, നിങ്ങളുടെ മാർക്ക് പോകും. ഓക്കെ, ഈസ് ദർ എനി അതർ ക്വസ്റ്റ്യൻ? ഓക്കെ, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി. ഓക്കെ, എല്ലാവരും നോട്ട്സ് പ്രിപ്പയർ ചെയ്യണമെന്നില്ല. നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് ബെറ്റർ. നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൂടി ഉണ്ട്. ഓക്കെ, ഡ്യൂറിങ് ദിസ് 3 minutes പ്രിപ്പറേഷൻ ടൈം. ഓക്കെ, ഓക്കെ, thank you so much for all your support. Child ആണോ പാരൻ്റ് ആണോ, ഹൗ വി ക്യാൻ നോ ദാറ്റ്? ഓക്കെ, നമ്മുടെ റോൾ പ്ലേ കാർഡിലത് കറക്റ്റായിട്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ അവർ തന്നിരിക്കും കേട്ടോ. എങ്ങനെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്, പാരൻറ്റിനോടാണോ അതോ നിങ്ങൾ സംസാരിക്കുന്നത് കുട്ടിയോടാണോ എന്നുള്ളത് തന്നിരിക്കും. ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു കോൾ
patient by name in between. No, it's not important. Patient പേര് വെച്ച് തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം നിർബന്ധമില്ല. But it is good if you could do that. Okay. എപ്പോഴും എന്താ നിങ്ങൾ ടൈറ്റിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പേഷ്യൻറ്റിനോട് നേരത്തെ പെർമിഷൻ ചോദിക്കുക. Can I call you by like linked to. ഓക്കെ, പേഷ്യൻറ്റിൻ്റെ പേര് ലൈക്ക് 3 minutes പ്രിപ്പറേഷൻ ടൈം തന്നെ ചോദിച്ചിട്ടില്ല. അതല്ലാതെ ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ യെസ് ഇൻ സർട്ടൻ സിറ്റുവേഷൻ. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം IPSU 1 is ഐഡൻറ്റിഫൈ ദ പേഷ്യൻറ്റ് കറക്റ്റ്ലി. ഓക്കെ, പേഷ്യൻ്റ് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്കറിയാം എല്ലാ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പും വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ പേഷ്യൻറ്റ്. ഓക്കെ, പേഷ്യൻ്റ് ഹോസ്പിറ്റലൈസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പേഷ്യൻറ്റിനോട് ചോദിക്കാം, മേ ഐ നോ യുവർ നെയിം ഫോർ ഡോക്യുമെൻറ്റേഷൻ. ദാറ്റ് ഇസ് ഓൾസോ ഫൈൻ. കേട്ടോ, എങ്ങനെ റോൾ പ്ലേ, ഹൗ വി ക്യാൻ എൻഡ് റോൾ പ്ലേ. ഓരോ സെറ്റിങ്ങിലും ഡിഫറെൻ്റ് ആയിരിക്കും റോൾ പ്ലേ എൻഡ് ചെയ്യുന്നത്. ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈക്ക് സോ I know you are alone here, so this is our nurse's buzzer. You can press this buzzer if you need my help. I'll be coming and attending. Okay, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം. സോ ഒരു OPDയിലൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം, എന്തെങ്കിലും ഒരു ബ്രോഷറോ എന്തെങ്കിലും നമുക്ക് കൊടുത്ത് വൈൻഡപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പറയാം ലൈക്ക് I'll see you in next visit. ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോ സെറ്റിങ്ങിനനുസരിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. റിലേറ്റീവ് ആണെങ്കിൽ ഡു വി റിയലി നീഡ് ടു നോ ദ നെയിം? നിർബന്ധമില്ല, നമുക്ക് തന്നെ പേര് നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്തിട്ട് പറയാം. അല്ലെങ്കിൽ 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ ഇൻ്റർലൊക്കേറ്ററോട് ചോദിക്കാം, ഹൗ മേ അഡ്രസ് യു ഡ്യൂറിങ് ദിസ് റോൾ പ്ലേ. ദാറ്റ് ഇസ് ഓൾസോ ഫൈൻ. ഓക്കെ, okay, how can we complete the task as per given in the order in the taskലുള്ള order പോലെയാണോ അതോ like as per interlocutor's question? It's up to you. Like interlocutor ഒരു കാര്യം ചോദിച്ചു, അത് കറക്റ്റ് ഓർഡറിലല്ല എന്ന് വിചാരിക്കുക, you have to answer. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അതിനെ ഒന്ന് റീഓർഗനൈസ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ടാസ്ക് ആയിരുന്നു നിങ്ങൾ പ്ലാൻ ചെയ്തത്, ഇൻ്റർലൊക്കേറ്റർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തത് ലാസ്റ്റ് ടാസ്ക് വെച്ചിട്ടാണ്. അപ്പം അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ ഹിസ്റ്ററി കളക്ഷൻ വഴി ഒക്കെ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ആ ഒരു ഓർഡറിലേക്ക് നിങ്ങൾക്ക് വരാം. ഓക്കെ, ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് സെറ്റിങ്ങിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ഹോം വിസിറ്റ് ആണെങ്കിൽ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം? ഓക്കെ, നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. ഹോം വിസിറ്റ് ആണെങ്കിൽ യു ഹാവ് ടു ഗ്രീറ്റ്. ഓക്കെ, ദെൻ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, നിങ്ങൾ വന്ന പേർപ്പസ് ഇതിനാന്ന് പറയുക, റൈറ്റ് പേഷ്യൻ്റ് ആണോ എന്ന് കൺഫേം ചെയ്യുക, ആൻഡ് ദെൻ ഇസ് ദിസ് ദ റൈറ്റ് ടൈം ടു ടോക്ക് എന്ന് ചോദിക്കുക. ഓക്കെ, ഇഫ് ഐ ഫോർഗോട്ട് ദ നെയിം, ദാറ്റ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. നിങ്ങൾ പേര് മറന്നു പോകരുത്. ഓക്കെ, പേഷ്യൻ്റ് പല പേരുകൾ ഒരുപക്ഷെ പേഷ്യൻ്റ് നിങ്ങളെ ഇൻ്റർലൊക്കേറ്റർ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യും. ലൈക്ക് ഫോർ എക്സാമ്പിൾ ബ്രദറിൻ്റെ പേരോ സിസ്റ്ററിൻ്റെ പേരോ ഒക്കെ ഇടയ്ക്ക് യൂസ് ചെയ്യാൻ. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ട്രൈ ടു നോട്ട് ഇറ്റ് ഡൗൺ. കേട്ടോ, നിങ്ങൾക്ക് ഒരാളുടെ പേര് പറഞ്ഞെങ്കിൽ ദയവ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ വെരി ഹെൽപ്ഫുൾ. ഓക്കെ ഓക്കെ ഇനി എങ്ങനെയാണ് ഓരോ സെറ്റിങ്ങിലും ലൈക്ക് ദ പേഷ്യൻറ്റ് ഒരു പീഡിയാട്രിക് പേഷ്യൻറ്റിനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എൻഡ് സ്റ്റേജ് ഡിസീസ് ഉള്ള പേഷ്യൻറ്റിനോട് ഹൗ വി ക്യാൻ ബ്രേക്ക് എ ബാഡ് ന്യൂസ് ടു എ പേഷ്യൻറ്റ്, വേറെ എന്താ, അങ്ങനെ ഡിഫറെൻറ്റ് സെറ്റിങ്ങിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു സൈക്കാട്രിക് പേഷ്യൻറ്റ് എങ്ങനെയായിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത്, ഓരോന്നും ഡിഫറെൻറ്റ് സെറ്റിംഗ് ആണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡീൽ ചെയ്യാം. ഐ ഹോപ്പ്ഫുള്ളി ഐ കം അപ്പ് വിത്ത് ഓൾ ദോസ് തിങ്സ് ലേറ്റർ. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹൗ ടു യൂട്ടിലൈസ് ദ റീഡിങ് ടൈം എഫക്റ്റീവ്ലി. ഓക്കെ, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം, റീഡിങ് ടൈം. ഒരു കാര്യം കൂടെ ഒന്നുകൂടി ഞാൻ എംഫസൈസ് ചെയ്തോട്ടെ, പേഷ്യൻറ്റിൻ്റെ പേര് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ട്രൈ ടു നോട്ട് ഇറ്റ് ഡൗൺ. കേട്ടോ, ഓക്കെ. Yes. Okay.
ഓൾറൈറ്റ്, ഐ തിങ്ക് ഈ 3 minutes റീഡിങ് ടൈം എങ്ങനെയാണ് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, സോ എങ്ങനെയാണ് ഓരോ സെറ്റിങ്ങിലും നമുക്ക് സംസാരിക്കാൻ എന്നാൽ കം അപ്പ് വിത്ത് ദാറ്റ്. Okay guys, thank you so much for your support. Enjoy the Sunday. Okay, thank you.